ഞാൻ പ്രശ്നങ്ങളുടെ പുറകെ പോകാറില്ല, ഞാൻ അന്വേഷിക്കാറില്ല സീരിയസ്ലി. അപ്പോൾ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ജെനുവിൻലി എനിക്ക് അറിയാത്ത കാര്യങ്ങളായിരിക്കാം. മറ്റ് സിനിമകൾക്ക് ഇപ്പോൾ ഒരു പേരിൻ്റെ പേരിൽ ഒരു സിനിമ തടയപ്പെടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൻസർ ബോർഡ് അതിന് അതിൻ്റെ അനുമതി നിഷേധിക്കുക എന്ന് പറയുന്നതോട് വിയോജിപ്പ് തന്നെയാണ്. ഇപ്പൊ മെറീനയ്ക്ക് ഒരു മേരി എന്നൊരു പേര് ഇടുവാണെങ്കിൽ മേരി എന്നുള്ള പേര് ഇടാൻ പാടില്ല. അതാ ബ്ലോക്ക് ചെയ്തവരോടല്ലേ ചോദിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു IFFK-യിലും സ്ക്രീനിങ് ലഭിക്കാതെ പോയ ഒരു സിനിമയാണ്. മാനസികമായിട്ട് നമുക്കതിൽ വിഷമമുണ്ടായിരുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലായ്മയുടെ ഒരു പ്രവണത ഏറി വരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു സിനിമയ്ക്കാണ് അങ്ങനെ ഒരു അവസ്ഥ വന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും സിനിമ റിലീസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. മാപ്പിളകല എന്ന് പറയുന്ന അത് അങ്ങനെ തന്നെ കൊടുക്കാതെ ജഗള എന്ന പേര് കൊടുത്തതിന്റെ കാരണം ഇപ്പം റീസെന്റ് സുരേഷ് ഗോപിയുടെ JSK അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്തതാണോ? ഒരിക്കലുമില്ല. ഈ സിനിമയെ പറ്റി ആലോചിക്കുന്ന സമയത്ത് ഇത്തരം ഇപ്പോൾ സെൻസർ ബോർഡിൻ്റെതായിട്ടുള്ള ഇഷ്യൂസോ അല്ലെങ്കിൽ മറ്റ് ഈ പറയുന്ന പോലെ ഓരോ വിഭാഗങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസിനെ പറ്റിയിട്ടോ ഒരു ധാരണയും അല്ലെങ്കിൽ അത് അത്ര ബോധകളല്ലായിരുന്നു ഈ സിനിമ ചെയ്യുന്ന സമയത്ത്. ഇപ്പോഴും അല്ല. കാരണം ഈ സിനിമ ഒറ്റ സ്ക്രീനിൽ തന്നെ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് തന്ന സിനിമയാണ്. അതാണ് ഞാൻ പറയുന്നത്. ഇത്രയും വലിയൊരു ടെസ്റ്റ് അല്ലെങ്കിൽ ഇഷ്യൂ ഉണ്ടാകുന്നൊരു വലിയൊരു സബ്ജക്റ്റ് ഒരു കട്ടിങ് പോലും ഇല്ലാതെ, ഒരൊറ്റ കട്ടിങ് പോലും ഇല്ലാതെ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ സർട്ടിഫിക്കറ്റ് അടിച്ചെന്നൊരു സിനിമയാണ് ജഗള എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ എന്താ പറയുക, അലി അക്ബറിൻ്റെ മൂവി അല്ലെങ്കിൽ വേറെ കുറേ സിനിമകൾ അനൗൺസ് ചെയ്തായിരുന്നു. അത്തരം സിനിമകളിൽ നിന്ന് മാറിയിട്ടാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. ഇതെല്ലാവർക്കും കണ്ടിരിക്കാവുന്ന രസകരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അല്ലാതെ ഈ പറയുന്ന ഈ വിവാദങ്ങളൊന്നും അതിനെ മാച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ല ഈ ടൈറ്റിലേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പൊ ഈ കൊമേഴ്ഷ്യൽ കാലഘട്ടമാണല്ലോ ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത്. എല്ലാം ഫാസ്റ്റ് ആൻഡ് ഫേസ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ആക്ഷൻ ത്രില്ലർ അങ്ങനത്തെ ഒരു സിനിമകളാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. ഈ ഒരു പീരീഡിൽ ഇങ്ങനെ ഒരു പീരിയോഡിക് സിനിമയുടെ പ്രാധാന്യം എന്താണ്? പീരിയോഡിക് സിനിമയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയില്ല, എൻ്റെ കഴിഞ്ഞ സിനിമ വളരെ കൊമേഴ്ഷ്യലി ഒരു സിനിമയായിരുന്നു. കണ്ടവർക്ക് അറിയാം സിനിമ. കാരണം ഇപ്പൊ കൂടുതൽ ആളുകൾ കൂടുതൽ തിയേറ്റർ സ്ക്രീനിൽ കയറാൻ ആഗ്രഹിക്കുന്ന ഇങ്ങനത്തെ ചിത്രങ്ങൾക്ക്. അതെ, അല്ല ഞാൻ എന്നിലെ സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ ചിന്തിക്കാറില്ല. എനിക്കിഷ്ടപ്പെട്ട സിനിമകൾ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യണമെന്ന ആഗ്രഹത്തിൽ തന്നെയാണ് ഈ സിനിമ ഞാൻ ചെയ്തത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. ഇപ്പോൾ പറഞ്ഞല്ലോ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. മനോജറിൻ്റെ അടുത്ത് ഈ സബ്ജക്റ്റ് പറയുമ്പോൾ തന്നെ ഇത്തരം സിനിമകൾ, കാരണം കഴിഞ്ഞ സിനിമേനേക്കാൾ വ്യത്യസ്തമായൊരു സിനിമ ചെയ്യണമെന്നുള്ളതാണ് ഞാൻ. ഒരേ ജോണറിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കാത്തൊരു ഡയറക്ടറാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത സിനിമയും ചിലപ്പോൾ ഇത്തരം ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ട്രെൻഡുകളൊക്കെ അനുസരിച്ച് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അപ്പോൾ ഇത്തരം ഒരു സബ്ജക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ പ്രൊഡക്ഷൻ അത് ഉൾക്കൊള്ളുകയും എന്നോടൊപ്പം നിൽക്കുകയും ചെയ്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റും. കാരണം ഇത്തരം സിനിമകൾ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഭാഗ്യമല്ലേ. ഒരു പീരീഡിക്കലി അല്ലെങ്കിൽ അത്തരം ഒരു കാലഘട്ടം റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ചെയ്യാൻ പറഞ്ഞാൽ എല്ലാ ഡയറക്ടേഴ്സും ചിലപ്പോൾ അത് സാഹചര്യം പറ്റിക്കൊള്ളുന്നില്ല. അങ്ങനത്തെ ഒരു പ്രൊഡക്ഷൻ ചിലപ്പോൾ അത് തയ്യാറായിക്കൊള്ളുന്നില്ല. ഓക്കെ, ഒക്കെ മോഡേൺ ആയിട്ടുള്ള ഈ ഇതിനെ എങ്ങനെ ഒരു ക്യാരക്ടറായി മാറി? അതൊരു ചോദ്യമാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു ലുക്കിൽ, പ്രത്യേകിച്ച് ചുരുളും മുടി ഇങ്ങനെ അഴിച്ചിട്ടുള്ള ലുക്കിലാണ് മിക്ക സിനിമകളിലും ഞാൻ വരുന്നത്. അപ്പം ഇതിൽ തന്നെ കുഞ്ഞാത്തു എന്ന് പറയുന്ന ക്യാരക്ടർ അറിയാലോ, ഒരു മുസ്ലിം സമുദായത്തിൽ പെട്ട റോസാൻ്റെ മോൾ എന്നുള്ളൊരു ക്യാരക്ടറും കൂടി ആകുമ്പം മേക്ക് ഓവർ അത്യാവശ്യമായിരുന്നു. ആ രീതിയിലുള്ളൊരു കറക്റ്റ് പിക്ചർ എനിക്ക് ശ്രീദേവേട്ടൻ പറഞ്ഞു തന്നിരുന്നു. നമ്മൾ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ പോലും ഇങ്ങനെയാണ്, തട്ടമുണ്ട്, അപ്പോൾ ഈ മുടി ഹൈഡായിട്ടായിരിക്കും, പിന്നെ നീളമുള്ള മുടിയാണ്, അല്ല എപ്പോഴും പിന്നിയിട്ട് അങ്ങനെയൊക്കെ നടക്കുന്നൊരു ക്യാരക്ടറാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇതുവരെ ചെയ്തിരിക്കുന്ന സിനിമയിലാണെങ്കിലും നമ്മളുടെ ഒരു മാനറിസവും അല്ലെങ്കിൽ നമ്മളുടെ ഒരു സംസാരം പോലും അല്ലേ, ഒരു എന്താ പറയുക, മലബാറിലുള്ള മുസ്ലിം ഓല് എന്നൊക്കെ പറയുന്ന സാധനം. ഒന്നാമത് ഞാൻ കോഴിക്കോട് നിന്ന് ആയതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു ഉണ്ട് എനിക്ക്. പക്ഷെ എന്നാലും കുറച്ചുകൂടെ പഴയ രീതിയിലുള്ള സംസാരമായിരുന്നു. അപ്പം അതിനൊക്കെ ഇവർ ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു. ഓരോ ഡയലോഗാണെന്നുണ്ടെങ്കിലും ലുക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ കൃത്യമായിട്ടൊരു പാറ്റേൺ കാര്യങ്ങളുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് അടങ്ങി ഒതുങ്ങി ഈ സിനിമ ചെയ്യാന്ന് പറയുന്ന ഒരു ടാസ്ക് ആയിരുന്നു. കാരണം ഞാനെപ്പോഴും ഭയങ്കര എന്താ പറയുക, ഓടിച്ചാടി തുള്ളി ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. അപ്പം ഒരു ചാലഞ്ച് എന്ന് ഞാൻ പറയില്ല, ഞാൻ ഇഷ്ടത്തോടു കൂടെ ചെയ്തൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിതിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇത്രയും എക്സൈറ്റ്മെൻറ്റിലും ഇത്രയും ആത്മാർത്ഥമായിട്ടും സംസാരിക്കുന്നത്.
മെറീന ഇപ്പൊ നടക്കുന്ന ഇഷ്യൂസുകൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇല്ല, നോട്ട് ചെയ്തിട്ടില്ല. ഞാൻ പറയാം അതായത് സെൻസർ ബോർഡ് നടക്കുന്ന ഇഷ്യൂസ്, അതായത് ഒരു പേരിന്റെ പേരിൽ ഒരു സിനിമയെ ബ്ലോക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ സിനിമ എന്ന് പറയുന്നത് ഒരാളുടെ കഷ്ടപ്പാടല്ല, ഒരു കൂട്ടായ്മയുടെ കഷ്ടപ്പാടാണ് അല്ലേ? അതെ, അല്ല ഞാൻ പേരിന്റെ പേരിൽ ബ്ലോക്ക് ചെയ്തോ? ഞാൻ അതായത് ജാനകി എന്ന പേര് ഇറങ്ങിയിട്ടില്ല. ഇല്ല ഇല്ല, ഞാൻ കൂടുതൽ പ്രൊമോഷനിൽ ഞങ്ങളുടെ ഈ സിനിമയുടെ പ്രൊമോഷനിലാണ്. അങ്ങനെ ചെയ്തോ? അതായത് ജാനകി എന്ന പേര് കട്ട് ചെയ്യണം അല്ലെങ്കിൽ മാറ്റണം, എന്നാലേ റിലീസ് ചെയ്യുള്ളൂ എന്നുള്ള അതായത് സീതയുടെ പേരാണ് ആയതിനാൽ ആ പേര് മാറ്റണം എന്നുള്ള ഇതിലാണ് ഇപ്പൊ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നത്. സമരം ചെയ്തത്. അപ്പൊ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ചോദിക്കുകയാണ്, ഒരു പേരിന്റെ പേരിൽ ഒരു കഥാപാത്രത്തിന്റെ പേരിൽ ഒരു സിനിമയെ ബ്ലോക്ക് ചെയ്യുന്നത് ശരിയാണോ? പേരിന്റെ പേരിലും കഥാപാത്രത്തിന്റെ പേരിലും, അതായത് കഥാപാത്രത്തിന്റെ പേരിന്റെ പേരിൽ, അതായത് ഇപ്പൊ മെറീനയ്ക്ക് ഒരു മേരി എന്നൊരു പേര് ഇടുവാണെങ്കിൽ മേരി എന്നുള്ള പേര് ഇടാൻ പാടില്ല. അതാ ബ്ലോക്ക് ചെയ്തവരോടല്ലേ ചോദിക്കേണ്ടത്? അല്ല, ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ, ഒരു കലാകാരി എന്ന നിലയിൽ, ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ സിനിമയെ പറ്റി പറയുമ്പോൾ പോലും നമുക്കൊരു ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സിനിമയെ കാണണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ബ്ലോക്ക് ചെയ്ത ആളുകൾ എങ്ങനെയാണ് അതിനെ കൺസീവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു സിനിമയ്ക്കാണ് അങ്ങനെ ഒരു അവസ്ഥ വന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും സിനിമ റിലീസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ആൻഡ് സമരം ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞത്, അപ്പം അതിനൊരു കൺക്ലൂഷൻ ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. സ്വാഭാവികമായിട്ടും ട്രൈ ചെയ്യലോ. നമ്മളൊരു സിനിമ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ സിനിമ മേക്ക് ചെയ്യുന്നത് ഇതുപോലെ സ്റ്റേറ്റ് അവാർഡിനും നാഷണൽ അവാർഡിനൊക്കെ കൊടുക്കാൻ സ്വാഭാവികമായിട്ട് നമ്മൾ ട്രൈ ചെയ്തിരുന്നു. അതെ, അപ്പോൾ എനിക്ക് തോന്നുന്നു IFFK-യിലും സ്ക്രീനിങ് ലഭിക്കാതെ പോയ ഒരു സിനിമയാണ്. മാനസികമായിട്ട് നമുക്കതിൽ വിഷമമുണ്ടായിരുന്നു. അതുപോലെ സ്റ്റേറ്റ് അവാർഡിനും മനോഹരമായിട്ട് താഴെപ്പെട്ട സിനിമയാണ്. IFFK-യിലും താഴെപ്പെട്ട സിനിമയാണ്. ചോദിച്ചപ്പോൾ അത് പറയാണ്. അതുപോലെ തന്നെ നാഷണൽ അവാർഡിനും താഴെപ്പെട്ട സിനിമയാണ്. മനോരമയിലും താഴെപ്പെട്ട സിനിമയാണ്. പക്ഷേ പുറത്ത് ഉള്ള ചില ഫെസ്റ്റിവലിലൊക്കെ സെലക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു സിനിമയും കൂടിയാണ്. അവിടെ ചിലപ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയം, ഇവിടെയുള്ള രാഷ്ട്രീയമായിട്ട് സിനിമകളെ വേർതിരിച്ച് കാണുന്നത്. പുറത്തുള്ള കൺട്രീസിൽ പിന്നെ അതില്ലല്ലോ, അവർക്ക് രാഷ്ട്രീയമല്ലല്ലോ, അവർ സിനിമയെ വിലയിരുത്തിയിട്ടല്ലേ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നു. ഈ പറയുന്ന സ്ഥലത്തൊക്കെ നോമിനേഷൻ കൊടുത്തിരുന്നോ എല്ലായിടത്തും? ഏത് സ്ഥലത്ത്? ഈ പറയുന്ന സ്വാഭാവികമായിട്ടും കൊടുത്തിരുന്നു. പടം ജൂറി കാണുകയൊക്കെ ചെയ്തു. എന്തുകൊണ്ടായിരിക്കാം അത്? നിങ്ങൾ സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റും. അതിന് പറ്റിയ മസാലകൾ ഇല്ലാത്തതുകൊണ്ടാണ് രാഷ്ട്രീയ ഇടപെടലുകൾ സിനിമയെ സ്വാധീനിക്കുന്നത് തോന്നിയതുകൊണ്ടാണ്. അങ്ങനെ ആയിരിക്കാം. കാരണം ഇപ്പൊ ജൂറി അംഗങ്ങളുടെ കാഴ്ചപ്പാട്, അല്ലെ അവർ സിനിമകളെ വിലയിരുത്തുന്നത് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടായിരിക്കാം, രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടായിരിക്കാം. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഞാൻ ജൂറിയിലിരിക്കുകയാണെങ്കിലും എൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവുമല്ലോ, ഞാൻ ഓരോ സിനിമകൾ നോക്കി കാണുമ്പോൾ. അങ്ങനെ അതിനും കാണുന്നുള്ളൂ. എല്ലാവർക്കും ഒരേ അഭിപ്രായം ആയിരിക്കില്ല. പക്ഷെ ഭൂരിപക്ഷമാണല്ലോ ജൂറി ഭൂരിപക്ഷം വെച്ചിട്ടാണല്ലോ സിനിമകൾ സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്യുക. അങ്ങനെ അല്ല, മിക്ക സിനിമകളും ഇപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള കാര്യത്തിന് ഭയങ്കരമായിട്ടൊക്കെ തടസ്സം നിൽക്കുന്നു എന്നുള്ളത് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്കും അതുപോലെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഈ സിനിമ ചെയ്തു. വാര്യംകുന്നൻ എന്നുള്ള സിനിമയൊക്കെ ഇപ്പോഴും ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. ഈ സിനിമ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇതിനുള്ള വെല്ലുവിളികളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഇതിലുണ്ടായിരുന്നു? അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ പല സ്ഥലത്തും തഴയപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിൽ പറയുന്ന നമ്മുടെ കണ്ടന്റുകൾ പറയാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ടോ സംവിധായകൻ എന്ന നിലയിൽ? അങ്ങനെയില്ല. പറയാൻ വിചാരിച്ച സാധനങ്ങൾ നന്നായി വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയിൽ. നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് വൃത്തിക്ക് ഈ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റ് സിനിമകൾ സംഭവിക്കാത്ത എന്താണെന്ന് അറിയില്ല. ഒരു സിനിമയായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ സിനിമ സംഭവിക്കും എന്നുള്ളതാണ്. അത് നമ്മളുടെ കോൺഫിഡൻസ് ആണ്, ഒരു സിനിമ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അതിനൊപ്പം നിൽക്കുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവുക, പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവുക. അപ്പോൾ ആ സിനിമ സംഭവിക്കും. ഈ സിനിമ അങ്ങനെ സംഭവിച്ചതാണ്. ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഇത്തരം
കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ബോധേഡായിട്ടില്ല. ഇനി അത് ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷെ IFFKയിലും അല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡിലും നാഷണൽ അവാർഡിലൊക്കെ ഈ സിനിമ തഴയപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊരു പരാതിയായിട്ട് പറയില്ല. നമ്മൾ ഇന്നേവരെ അത് മീഡിയയിലോ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു പരാതി ഇല്ല അതിൽ. കഴിഞ്ഞ ദിവസം പത്മകുമാർ എന്ന സംവിധായകനോട് സംസാരിച്ചപ്പോൾ ഇവിടെ ഏത് സംവിധായകൻ? പത്മകുമാർ ആ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് നമുക്കവിടെ സ്വാതന്ത്ര്യമില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് സെൻസർ ബോർഡിലിരിക്കുന്നവർ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക, അല്ലാതെ വേറെ പ്രത്യേകിച്ച് വേറൊരു ഗുണവുമില്ല. മമ്മൂട്ടി എന്നൊരാൾക്ക് ഒരു പത്മശ്രീ കിട്ടുക എന്നുള്ളത് മമ്മൂട്ടിയുടെ ഒരു അല്ലെങ്കിൽ ദേശീയ അവാർഡിന് വേണ്ടിയിട്ട് ഒരു പടം അയച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അയച്ചിട്ട് അത് മമ്മൂട്ടി അയച്ചതാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങോട്ട് എത്തിയില്ല എന്നുള്ള കാര്യങ്ങൾ വരെ കേട്ടു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന്. അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലായ്മ അല്ലെങ്കിൽ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഈ സിനിമ ചെയ്യുമ്പോഴാണോ ചോദിക്കുന്നത്? സിനിമ ചെയ്താലും ഏത് അങ്ങനെയുള്ള മറ്റുള്ള സംവിധായകൻ എന്ന നിലയിൽ മറ്റുള്ളവരിൽ നിന്ന് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ വല്ല സിനിമ ഇനി ചെയ്യാൻ പോകുന്ന സിനിമകൾക്ക് അങ്ങനെ ഉണ്ടാവുമോ എന്നുള്ള അറിയില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ച് ഇത്തരം ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലായ്മയുടെ ഒരു പ്രവണത ഏറി വരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അത് നമുക്ക് സ്വന്തം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ അത് നമുക്കത് സമ്മതിച്ചു തരാൻ പറ്റൂ എന്നുള്ള നിലപാട് എനിക്കില്ല. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ജാനകി എന്ന പേരിന്റെ പുറത്ത് 2 സിനിമകളാണ് തഴയപ്പെട്ടത്. ഒന്ന് പത്മകുമാറിന്റെ സിനിമയും ഒന്ന് JSK. അങ്ങനെ പേരിന്റെ പേര് കൊണ്ട് പിന്നെ പ്രശ്നങ്ങൾ സിനിമയിൽ ഉടലെടുക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ല, ഞങ്ങൾ ഈ ജഗള എന്ന് പറഞ്ഞ സിനിമ ആദ്യം തന്നെ അങ്ങനത്തെ ഒരു വിവാദം ഉണ്ടാക്കേണ്ട പേര് ഇടണ്ടെന്ന് ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സിനിമയ്ക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ പറയുന്ന പോലെ മറ്റ് സിനിമകൾക്ക് ഇപ്പോൾ ഒരു പേരിന്റെ പേരിൽ ഒരു സിനിമ തടയപ്പെടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൻസർ ബോർഡ് അതിന് അതിന്റെ അനുമതി നിഷേധിക്കുക എന്ന് പറയുന്നതോട് വിയോജിപ്പിന്നെയാണ്. അതാണ് ആദ്യം ചോദിച്ചത്. ലഹള എന്നുള്ള പേര് ഇട്ട് കഴിഞ്ഞുള്ള പ്രശ്നമാണോ ജഗളിട്ടാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ലഹള എന്നുള്ള പേര് ചോദിച്ചോണ്ട് പറയാം. ലഹള എന്നുള്ള പേര് ഇടാൻ പേടിച്ചിട്ട് ലഹള എന്നിട്ടതല്ല, ഇടാതിരുന്നതല്ല. ജഗള എന്ന് പറഞ്ഞത് ആ കാലഘട്ടത്തിൽ കൊളോക്കൽ ലാംഗ്വേജ് ആണ് പറഞ്ഞു തരുന്നത്. ഞങ്ങൾ അതിന്റെ ഒരു പുതുമയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ലഹള. അല്ല, ലഹള ഇടാൻ പേടിച്ചിട്ടല്ല, പേടി കൊണ്ട് ജഗള എന്ന് മാറ്റിയതല്ല. ഏത് ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാലും എല്ലാവരും പറഞ്ഞത് നമ്മൾ മലയാള സിനിമയെന്ന് കണ്ടുപഠിക്കണം. അവർ കണ്ടന്റ് ഓറിയന്റഡ്, അവർ ആക്ടിങ് അങ്ങ് അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ട് ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. ഓരോ കലാകാരന്മാരെ കണ്ടുപഠിക്കണം എന്ന് പറയാറുണ്ട്. അത്ര കെയർഫുൾ ആയിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷേ ഈയിടെയായിട്ട് കണ്ടുവരുന്ന പ്രവണത എന്ന് വെച്ചാൽ മലയാളത്തിൽ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആക്ട്രസസ് ഉണ്ടെന്ന് പറഞ്ഞാലും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പ്രവണത കാണാറുണ്ട്. എപ്പോഴെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളതിന് നമ്മളുടെ ആക്ടേഴ്സ് വേറെ ഭാഷയിലും പോയി അഭിനയിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തീർച്ചയായും അതല്ല ഞാൻ നമ്മുടെ ഇതിനകത്ത്, അതായത് തമിഴ്നാട്ടിലെ ഒരു ഇഷ്യൂ നടന്നായിരുന്നു. അതായത് മലയാളത്തിൽ നിന്ന് പിന്നെ ഒരു ഇഷ്യൂ നടന്നോ? നോക്കാറില്ലേ? ഞാൻ പ്രശ്നങ്ങളുടെ പുറകെ പോകാറില്ല, ഞാൻ അന്വേഷിക്കാറില്ല സീരിയസ്ലി. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് ജെനുവിൻലി എനിക്ക് അറിയാത്ത കാര്യങ്ങളായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. എന്തായിരുന്നു ഇഷ്യൂ? അതായത് അവിടെയുള്ള ഇൻഡസ്ട്രിയിലുള്ള ആക്ടേഴ്സിനെ കൂടുതൽ വിളിക്കാതെ മറ്റേ മലയാളത്തിൽ നിന്നുള്ളവരല്ല മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരെ വിളിക്കാം. അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു പോവാണ്. അപ്പൊ മലയാളത്തിലും അതേപോലെ സംഭവിക്കുകയാണോ എന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ എപ്പോഴും ഒരു കൊളാബറേഷൻ എപ്പോഴും നമ്മൾ ഉണ്ടാവുമല്ലോ. ഇപ്പം ഫോർ എക്സാമ്പിൾ വലിയ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഗ്ലോബൽ സ്റ്റാർ ആയിട്ടുള്ള ഐശ്വര്യ റോയ് മാം ഇംഗ്ലീഷിൽ ഹോളിവുഡിൽ പടം ചെയ്തിട്ടുണ്ട് അല്ലേ. അവിടെ നിന്നുള്ള ആക്ടേഴ്സിനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ലൂസിഫറിൽ കണ്ടിട്ടില്ലേ നമ്മൾ, ലൂസിഫർ അല്ല എംപുരാൻ 2 അങ്ങനെ നമ്മളൊരു കൊളാബറേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ഗ്ലോബലി അഭിനയിക്കുന്നുണ്ട്. ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ലാംഗ്വേജിൽ മാത്രം അഭിനയിക്കേണ്ട ആളുകളല്ല. അവിടുന്ന് ഇവിടെ വരട്ടെ, ഇവിടുന്ന് അങ്ങോട്ട് പോട്ടെ, നമുക്ക് സന്തോഷമുള്ള കാര്യമാണത്. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് എന്തായിരുന്നു ചോദ്യം? ഇവിടെ ഉള്ളവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. അതായത് ഇപ്പൊ ആദ്യമേ ഒന്ന് കയറി വന്നിട്ട് മറ്റുള്ളവർ കയറി വരുമ്പോൾ നമുക്ക് ഇപ്പൊ അവസരങ്ങൾ അങ്ങനെയില്ല. അത് കുശുമ്പായി പോവില്ലേ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ? അതൊരു അസൂയപരമായിട്ടുള്ള രീതിയിൽ നോക്കി കാണുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊന്നുമില്ല. ഇപ്പം അവിടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചിലപ്പം ആക്ടേഴ്സിന് ഓപ്പർച്യൂണിറ്റി കുറയുന്നുണ്ടെന്ന് തോന്നിയോണ്ടായിരിക്കും അവർ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടാവും. മേ ബി അവിടെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രഗിൾ ഉണ്ടാവും. എല്ലാ ഇൻഡസ്ട്രിയിലും സ്ട്രഗിൾ ഉണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ തന്നെ ആദ്യമൊക്കെ നമുക്ക് സിനിമയിൽ ഒരു പ്രൊഡ്യൂസറെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം വരുന്ന പ്രൊഡ്യൂസേഴ്സിനെ എന്താ പറയുക, പണം കമ്മിറ്റ് ചെയ്യിപ്പിക്കാൻ പേടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പം പ്രൊഡ്യൂസേഴ്സ് വില്ലിംഗ് ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട് അല്ലെ. ഇപ്പം ലിസ്റ്റിൻ ചേട്ടനെ പോലെയൊക്കെയുള്ള ആളുകൾ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി പുതിയ പ്രൊഡ്യൂസേഴ്സ്, മാർക്കോൻ്റെയൊക്കെ പ്രൊഡ്യൂസർ എനിക്കൊന്ന് പുള്ളിയുടെ ആദ്യത്തെ പടമല്ലേ മാർക്കോ. അപ്പം
വലിയ വലിയ മാറ്റങ്ങൾ ഇൻഡസ്ട്രിയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഓപ്പർച്യൂണിറ്റീസ് വന്നോളും. OTT പ്ലാറ്റ്ഫോംസ് വന്നു, സീരീസ് വന്നു, യൂട്യൂബ് ചാനലിൽ സീരീസ് വരുന്നു, ചാൻസുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അവിടുന്ന് ഇവിടെ വന്ന് വർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് അവിടെ പോയി വർക്ക് ചെയ്തിട്ട് ഇപ്പം ഫഹദ്ക്കൊക്കെ നമുക്ക് പറയുകയാണെങ്കിൽ ഭയങ്കര അഭിമാനമല്ലേ. അവിടെ പോയി നമ്മുടെ ഇവിടെയുള്ള അത്ര തന്നെ വാല്യൂ തമിഴിലും ഉണ്ട്. പിന്നെ നമ്മൾ പ്രശ്നങ്ങൾ മാത്രം അന്വേഷിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലായിടത്തും പ്രശ്നം മാത്രമേ തോന്നുള്ളൂ. അല്ല, നമ്മളതിനെ വേറെ രീതിയിൽ നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാര്യത്തിനെ എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ചിലപ്പോൾ താങ്കൾ ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ല ഞാൻ അതിനെ എടുക്കുന്നത്, ഞാൻ കാണുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഈ ചേട്ടൻ എടുക്കുന്നത്. അപ്പം ഡിഫറൻസ് ഉണ്ടാവും. അപ്പം എന്നെ സംബന്ധിച്ച് എല്ലാം പോസിറ്റീവാണ്.